വർഷത്തിലൊരിക്കലും അമ്മച്ചിയെ കാണാനെന്ന് പറഞ്ഞ് വെറ്റുകൾ എഴുന്നള്ളുന്നത്. എന്നാൽ ഇവിടെ അമ്മയുടെ അടുത്തൊന്ന് ഇരിക്കാൻ പറഞ്ഞാൽ അതിന് അവരാകെ ഒരു മാസത്തേക്കാണ് വരുന്നത്. ആ ഒരു മാസം അമ്മച്ചിയുടെ അടുത്തിരുന്നാൽ അവർക്ക് എങ്ങോട്ടെങ്കിലും ഇറങ്ങാൻ പറ്റുമോ? എടി മോളി, അവരെങ്ങോട്ട് ഇറങ്ങണ്ടെന്ന് ആര് പറഞ്ഞു? പക്ഷെ അവൻ വരുമ്പോ എന്റെ ഈ കാലിലെ വേദനയൊന്ന് ഡോക്ടറെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അതിന് സാബുചേട്ടനോട് പറഞ്ഞാൽ പോരെ? പണം ബാബുചാനാണ് അയച്ചിരുന്നതെങ്കിലും അമ്മച്ചിയുടെ ആശുപത്രി കാര്യങ്ങളൊക്കെ അമ്മച്ചിയുടെ ഇളയ മകൻ, അതായത് എന്റെ ഭർത്താവല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ നോക്കുന്നതിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. അല്ലേലും ഈ ബാബുചാൻ ഗൾഫിൽ നിന്ന് വരുമ്പോ അമ്മച്ചിക്ക് കുറെ കാലുവേദന കൂടുതലാണ്. എടി, ഈ വേദന എപ്പോഴും ഉള്ളതാ. നിന്റെ ഭർത്താവ് സാബുവിനോട് 100 വട്ടം പറഞ്ഞാൽ അവനതൊന്ന് കേൾക്കുക. അല്ലേലും ഞങ്ങൾ കേൾക്കണം. കാര്യങ്ങൾ നോക്കാനും കാവലിനും പാവങ്ങളായ ഞങ്ങൾ. എന്നാൽ ഇനി അമ്മച്ചി ഒരു കാര്യം ചെയ്യും. ഗൾഫുകാരൻ മോനോടും മരുമോളോടും പറ ഇവിടെ വന്ന് നിന്ന് അമ്മച്ചിയെ നോക്കാൻ, എല്ലാ ദിവസവും വൈകിട്ട് കാല് തിരുമ്പി തരാൻ. എടി, അവരോട് ഞാൻ പറയാത്ത താമസമുള്ളടി. അവര് വന്ന് പൊന്നുപോലെ എന്നെ നോക്കും. അതിനെ അവരെ ഞാൻ തല്ലും ചൊല്ലും കൊടുത്താടി വളർത്തിയത്, കേട്ടോ നീ? എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഗൾഫുകാരൻ മക്കളുടെ നിലയും പറയാതിരിക്കുക നല്ലത്. ഗൾഫുകാരൻ മാത്രമല്ലടി, ജോലിയും കൂലിയും ഇല്ലാതെ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുന്ന നിന്റെ ഭർത്താവുണ്ടല്ലോ, ആ മണുകുടുങ്ങൻ സാബു. ഞാനൊരു വരച്ചിട്ട് അവിടെ കയറി നിൽക്കടാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും, അവിടെ ഇരിക്കണ്ടെന്ന് പറഞ്ഞാൽ പേടിച്ചുകൊണ്ട് അവിടെ നിൽക്കും. അതാ വളർത്തുഗുണം. വളർത്തുഗുണം എനിക്കല്ലേ അറിയൂ. ഭാഗം തിരിച്ചു കൊടുക്കാതെ എല്ലാം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നത് ഈ അടിമപ്പണി ചെയ്യിക്കാനാണെന്ന്. വസ്തു ഭാഗം വെച്ച അന്ന് തീരും ഈ മജിസ്ട്രേറ്റ് കളിയൊക്കെ. എന്തായാലും ആ തെണ്ടി തിരിഞ്ഞു നടക്കുന്ന എന്റെ ഭർത്താവ് ഉള്ളത് കൊണ്ട് അമ്മ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കേണ്ടി വരുന്നില്ല. എന്താണ് ഈ കുറെ നേരം കൊണ്ട് പിറുപിറുക്കുന്നത്? അടക്കൊഴി പലട്ടുന്നത് പോലെ. എന്തേലും പറയാനുണ്ടെങ്കിൽ മുറുക്ക് പറയടി. ഒന്നുമില്ലേ. ഈ പിള്ളേരെ ഈ സന്ധ്യാനേരത്തിൽ എവിടെ പോയി കിടക്കുവാന്ന് ചോദിച്ചതാ. ശരിയാണല്ലോ, അലിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെണ്ടി പിള്ളേർ കണക്കല്ലേ എല്ലാം കൂടെ പര്യപ്രം നിരങ്ങി നടക്കുന്നത്. അതെങ്ങനെ? തന്റെ തള്ളെ കണ്ടല്ലേ ഇവറ്റകൾ വളരുന്നത്. അവനോളം കൂടെ ഒന്നും രാവിലെ ഇറങ്ങും, കൂട്ടുകാരുടെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞു. എന്റെ അപ്പോ, ഇതിന് മാത്രം കൂട്ടുകാർ ആർക്കെങ്കിലും ഉണ്ടോ? അല്ലേ, അതുകൊള്ളാം. അവര് പോകേണ്ടടുത്ത് അവരല്ലാതെ പിന്നെ അമ്മച്ചിക്ക് പോകാൻ പറ്റൂ? അവരുടെ കൂട്ടുകാരുടെ അടുത്ത് അവർക്ക് പോയില്ലേ പറ്റൂ? വെറുതെ ആണേ, ഇവിടെ നിന്ന് ഇറങ്ങിക്കിട്ടണം. അവളുടെ റോസിയുടെ വീട്ടിലേക്ക് എങ്ങാനും പോയതാവും. അല്ലാതെ റോസ് നമ്മുടെ വീട്ടിലാണെങ്കിൽ അവിടെ പോവാന്ന് പറഞ്ഞു പോയാ പോലെ. എവിടെയും പോട്ടെ. അല്ല, നേരെ സന്ധ്യയായല്ലോ. ഈ കുരുത്തം കെട്ട കെടുപ്പ് പിള്ളേരിത് എവിടെ പോയി കിടക്കുവാ? എടി ചിന്നക്കുട്ടിയെ, എവിടെ ആടി നിങ്ങളാ 8 പൊട്ട് പറയാത്ത പിള്ളേരെ കൊണ്ട് പോയിരിക്കുന്നത്? ഇങ്ങോട്ട് കേറി വാടി. എടി, നേരെ ഇരുട്ടാകാറായി. പാട്ട് പാടി വേദപുസ്തകം വായിക്കേണ്ടതാ. ഇങ്ങോട്ട് കേറി വാ. എന്താ അമ്മച്ചി, ഒരു പുതിയ പുസ്തകമാണല്ലോ? എടി, ഇതേ ബൈബിളിലെ കുറെ നല്ല കഥകൾ എഴുതിയിരിക്കുന്ന പുസ്തകമാണ്. അമ്മച്ചിയുടെ കഥ വായന തുടങ്ങിയല്ലോ. എന്താ അമ്മച്ചി ഞങ്ങളെ വിളിച്ചത്? നിങ്ങൾ ഇതുവരെ എവിടെ പോയിരിക്കുമായിരുന്നു മക്കളെ? കുറച്ചു മുമ്പേ മക്കളൊന്നും അല്ലല്ലോ അമ്മച്ചി വിളിച്ചത്. ഇവള് നിങ്ങളെ കളിപ്പിക്കാൻ പറഞ്ഞതല്ലേ? മക്കൾ ഇനി വാ. സൂര്യാസ്തമനത്തിന് മുമ്പ് പെൺകുട്ടികൾ വീട്ടിൽ കയറണം. കാലം വളരെ അപകടം നിറഞ്ഞതാ മക്കളെ. എന്താ അപകടം? ഞങ്ങൾ ഗൾഫിലൊക്കെ ഈവനിങ് ആയാലാ പുറത്തിറങ്ങുന്നത്. അത് നിങ്ങളുടെ ഗൾഫ്, ഇത് നമ്മുടെ ഇന്ത്യ, പ്രത്യേകിച്ച് കേരളം. പഴയതുപോലല്ല. പുറത്തിറങ്ങിയാൽ എല്ലാം പരിചയമില്ലാത്ത ജനങ്ങൾ, തമ്മിലറിയാത്ത അയലത്തുകാർ. അത് അമ്മച്ചി പറഞ്ഞത് ശരിയാ. മുഴുവൻ ഹിന്ദിക്കാരാ. ആരാ ഏതാ എന്നുപോലും അറിയില്ല. ഭയന്നാ പുറത്തേക്ക് ഇറങ്ങുന്നത് തന്നെ. അവരെ നമ്മൾ എന്തിനാ ഭയക്കുന്നത്? ശരിയാ, നമ്മൾ ഭയക്കണ്ട. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നാം ഭയക്കണ്ട. പക്ഷേ നമ്മുടെ ജീവിതം ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആയിരിക്കണം. അമ്മച്ചി, ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിൽ നാം എങ്ങനെ ജീവിക്കണമെന്നും തിരുവചന ഗ്രന്ഥത്തിലെ കുറെ സ്ത്രീകളെയും സ്നേഹത്തെയും പറ്റിയുള്ള നല്ല കുറെ കഥകളാണ്. അമ്മച്ചി, ഞങ്ങൾക്കും പറഞ്ഞു തരാമോ ഇതിലെ കഥകൾ? പിന്നെന്താ, അമ്മച്ചി എങ്ങനെയെങ്കിലും കുറെ സമയം കഴിക്കണമല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോഴാ എത്ര കഥ വേണമെങ്കിലും നിങ്ങൾക്ക് അമ്മച്ചി പറഞ്ഞു തരും.
നേരെ വെളുക്കുന്നത് വരെ വേണമെങ്കിലും ഇരുന്ന് പറയും. എനിക്കകത്ത് പണിയുണ്ട്, ഞാൻ പോവാം. നീ നിന്റെ പാട്ടിന് പോടി. മക്കളെ, ഇവൾ വേദപുസ്തകം വായിക്കാത്തത് കൊണ്ടാണ് ഇവരൊക്കെ പറയുന്നത്. ഞാൻ പറഞ്ഞു തരാം. ബൈബിളിലെ സ്ത്രീകളെ പറ്റി തുടക്കം മുതൽ ചുരുക്കി പറയാം. ആദത്തിനെ ഹവ്വയും കുഞ്ഞുങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആദ്യ മനുഷ്യ സ്ത്രീയായ ഹവ്വയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് നമ്മുടെ ഒക്കെ മുതുമുത്തശ്ശി. അതെ, നമ്മുടെ ഒക്കെ പുതുമുത്തശ്ശി. ബാല്യവും കൗമാരവും ഇല്ലാത്ത ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും തുടക്കം. അതായത് ഇന്ത്യക്കാരുടെയും സൗദികളുടെയും അമേരിക്കക്കാരുടെയും ആഫ്രിക്കക്കാരുടെയും. അതെ. അപ്പോ ഈ ഹിന്ദുക്കളുടെയും ഇസ്ലാമുകളുടെയും മുത്തശ്ശി ഈ ഹൗവ തന്നെയാണോ? അതെ, നമ്മുടെ ക്രിസ്ത്യാനികളുടെയും ഓർത്തഡോക്സുകാരുടെയും മാത്രമല്ല, തമ്മിലടിക്കുന്ന എല്ലാ വിഭാഗങ്ങളുടെയും അമ്മ. ഓ, അത് ശരി. അതായത് ഒരമ്മയിൽ നിന്നാകുമ്പോ ഈ തമ്മിലടിക്കുന്നവരെല്ലാം ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണല്ലേ? അതെ അതെ, സഹോദരങ്ങൾ തമ്മിൽ അടിക്കുന്നു. നമുക്ക് ഏതായാലും കഥ തുടങ്ങാം. എല്ലാവരും തയ്യാറാണോ കഥ കേൾക്കാൻ? അതെ, അമ്മച്ചി കഥ പറ. ശരി. അതായത് ഉൽപ്പത്തിയുടെ തുടക്കം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ പാഴും ശൂന്യവും ആയിരുന്നു. ഇരുൾ നിറഞ്ഞ വെള്ളത്തിന്റെ ദൈവിക ചൈതന്യം ചലിച്ചുകൊണ്ടേയിരുന്നു. സമുദ്രത്തിൽ മത്സ്യങ്ങളെയും ഭൂമിയിൽ ജീവജാലങ്ങളെയും അവൻ ഉണ്ടാക്കി. ഇവയെല്ലാം കാക്കുവാനും പരിപാലിക്കുവാനുമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ ഈ ലോകത്തിലുള്ളതിനെയെല്ലാം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും അനുവാദം കൊടുത്ത് ഏതൊരു ഇടം നൽകി. ഒരേ ഒരു കാര്യം മാത്രം ചെയ്യരുത് എന്ന് ദൈവം അവനോട് നിർദ്ദേശിച്ചു. നിനക്ക് ഈ ലോകത്തിലെ ഏതു ഫലങ്ങളും ഭക്ഷിക്കാം, എന്നാൽ ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം മാത്രം നീ കഴിക്കരുത്. അത് കഴിക്കുന്ന മാത്രമേ നീ മരിക്കൂ. അതിനുശേഷം ദൈവം അവൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് അവന്റെ വാരിയലിൽ നിന്നും ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു അവന് തുണയായി നൽകി. അവളാണ് ഹൗവ. അങ്ങനെ വർഷങ്ങളോളം ആദമും ഹൗവയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഏദനിൽ പാർത്തു. ചെടികളെയും കിളികളെയും മൃഗങ്ങളെയും ഒക്കെ സംരക്ഷിച്ച് അവർ കഴിഞ്ഞുകൂടുന്നതിനിടയിൽ ദൈവീക കൽപ്പനയനുസരിച്ച് സ്വർഗത്തിലെ പ്രധാന മാലാഖവൃന്ദം ഏദനിലെത്തി. നിന്റെ ആദത്തിന്റെ സ്ത്രീകളിൽ ആനന്ദത്തിന്റെ ലഹരി നിറച്ചിട്ടുണ്ടെന്നറിയാം. അതെ ഗബ്രിയേൽ,
എപ്പോഴും ചൊരിയുന്ന ജീവവൃക്ഷത്തിന്റെ ശാശ്വത സന്തോഷം ഞങ്ങളിൽ മാത്രമല്ല, ഈ ഏദനിലെ പക്ഷികളും മൃഗങ്ങളും പൂക്കളും എല്ലാം മഹത്തരമായാണ് കാണുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ സൃഷ്ടിയിലുള്ള കാറ്റും തണുപ്പും മഞ്ഞും മഴയും എല്ലാം അതിമഹത്തരം തന്നെ. മിഖായേൽ, ശരിയാണ്. ഞങ്ങൾക്ക് ഏദനിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം മാത്രമാണ് അനുഭവിക്കുന്നത്. കൂടാതെ നിങ്ങൾ മാലാഖമാരുടെ സന്തോഷകരമായ പരിലാളനകളും കാവലും കൂടുതൽ സമാധാനമാണ് തരുന്നത്. അത് ഞാൻ കാരണമല്ല. ദൈവിക കൽപ്പനകൾ അനുസരിക്കുന്ന ആർക്കും സന്തോഷവും സമാധാനവും അവിടുന്ന് പ്രദാനം ചെയ്യുന്നു. ദൈവിക മാലാഖമാരായ നിങ്ങൾ എപ്പോഴും ഞങ്ങളോടൊപ്പമുള്ളത് ഞങ്ങൾക്ക് എത്ര ആശ്വാസമാണ്. അത് തന്നെയാണല്ലോ ഞങ്ങളുടെ മുഖ്യ കർത്തവ്യം. ദൈവത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് മുന്നറിയിപ്പുകളും സന്തോഷ വർത്തമാനങ്ങളും എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാന കടമകൾ. സ്വർഗരാജ്യത്തിന്റെ കാവലും ഞങ്ങൾ തന്നെ. അതെ, ഒരിക്കൽ ദൈവത്തിനെതിരെ തിരിഞ്ഞ ലൂസിഫറെയും അവനോടൊപ്പം കൂടിയ മാലാഖമാരെയും സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതിന് നേതൃത്വം നൽകിയത് ഈ മിഖായേൽ മാലാഖയാണ്. ഹവ്വയ്ക്കതറിയാമോ? ഇല്ല. പക്ഷേ ആ ലൂസിഫർ ജീവന്റെ വൃക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന മനോഹരമായ അറിവിന്റെ വൃക്ഷത്തിലെ ഫലങ്ങൾ കാട്ടി അതിന്റെ ഗുണങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിക്കുമ്പോൾ എന്താണെന്നറിയില്ല. അതൊരു പരീക്ഷണ കാലഘട്ടമാണ്. ലൂസിഫർ എന്ന സാത്താന്റെ പരീക്ഷണ കാലഘട്ടം. അവനെയും അവന്റെ സൈന്യത്തെയും നിസ്സാരമായി സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുവാൻ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ തീർച്ചയായും ഭൂമിയിൽ അവരോട് പോരാടുവാനും നിങ്ങളെ അവരിൽ നിന്ന് സംരക്ഷിക്കുവാനും എനിക്ക് കഴിയും. വിവേകം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നൈമിഷിക പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക എന്ന ഒറ്റ മാർഗം മാത്രം. എപ്പോഴും സർവശക്തനായ ദൈവത്തിൽ അഭയം തേടുക. ഞങ്ങൾ എപ്പോഴും കാവലുണ്ടാവും. ഭയക്കേണ്ട. പ്രലോഭകരായ ചെലുത്താൻ എപ്പോഴും നിങ്ങൾക്ക് ചുറ്റുമുണ്ടാവും. ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് കാവലുണ്ടാകും. ഭയപ്പെടേണ്ട. നിങ്ങളുടെ സൃഷ്ടാവായ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഞങ്ങൾ വീണ്ടും വരാം. എന്റെ യജമാനൻ ലൂസിഫറിനെ കണ്ടില്ലെന്നുണ്ടോ? എന്താണ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? സോറ, ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല. ലൂസിഫറിന്റെയും നിന്റെയും മിത്രങ്ങൾ ഇതുവരെ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അറിയാത്ത ലൂസിഫറിന്റെ മിത്രമോ? അതാണ് ഇവിടെ ഇപ്പൊ പുതിയ മിത്രങ്ങൾ. അതെ, സ്വർഗത്തിലെ ആ മാലാഖമാർ മിഖായേലും ഗബ്രിയേലും പിന്നെ ആ റഫായേലും ഇത്രയും നേരം എന്നോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ മിത്രമായ സ്വർഗീയ മാലാഖയോ ആ നീചയായ മിഖായേലാണ് എനിക്കെതിരായി കള്ളത്തെളിവുകൾ നിരത്തി എന്നെ സ്വർഗത്തിൽ നിന്ന് തള്ളി പുറത്താക്കിയത്. എന്ത് തെളിവുകൾ? ദൈവത്തിനെതിരെ ഈ ലൂസിഫറും ഞങ്ങൾ കുറെ പാവം മാലാഖമാരും തന്ത്രങ്ങൾ മെനഞ്ഞൊരു കഥ പറഞ്ഞു വരുത്തി ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തള്ളിയിട്ടതിന് പിന്നിൽ പ്രധാന പങ്ക് വഹിച്ചത് ആ മിഖായേൽ മാലാഖ തന്നെ. അല്ലായിരുന്നെങ്കിൽ നമ്മുടെ എല്ലാം സൃഷ്ടാവായ ദൈവത്തെ നീ എതിർത്തത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിച്ചത്? എനിക്കെതിരെ വിലങ്ങ് തടിയാൽ എന്നും ഈ പ്രധാന മാലാഖവൃന്ദങ്ങൾ അണിഞ്ഞു തിരിയുകയല്ലേ. അവർക്ക് പുറകെ എന്നും ഞങ്ങളുണ്ടാകും. ഭൂമിക്ക് വലം വെച്ച അവരും അവർക്ക് പിന്നാലെ ഞങ്ങളും. അവരുടെ കാവലിന്റെ ശക്തി എപ്പോഴൊക്കെ കുറയുന്നുവോ അവിടെ ഞങ്ങൾ വിജയം ഭരിച്ചുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ നാടിനും
സർവശക്തനുമായ ലൂസിഫറിനൊപ്പം ഞങ്ങൾ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. ഹവ്വ, നീ ഒരിക്കൽ കണ്ടോളൂ, ഞാൻ സ്വർഗത്തിൽ കയറി എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. മേഘോന്നതങ്ങൾക്ക് മീതെ ഞാൻ കൊടിയിരുത്തും. അത്യുന്നതനായ ദൈവത്തോട് ഞാൻ സമനാകും. നിനക്കറിയാമോ, ഞങ്ങൾ സ്വർഗത്തിലുണ്ടായിരുന്ന 3 ദൂതന്മാരും ഈ ലൂസിഫറിനൊപ്പമായിരുന്നു. ഇനി ഞങ്ങളുടെ ലോകം ഇവിടമാണ്, നിങ്ങളുടെ ഈ ഭൂമി. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല സോറ. ഹവ്വ, അതൊക്കെ പോട്ടെ. നിന്റെ സന്തത സഹചാരിയും ആത്മാവിന്റെ ഭാഗവുമായ ആദിമനുഷ്യനായ ആദം എവിടെ? കിളികളെയും മൃഗങ്ങളെയും താഴെ ഈ ഏതിൽ എവിടെയോ ഉണ്ടാകും. ഈ ഭൂമിയിലുള്ള എല്ലാവരും ഞങ്ങളുടെ സമസൃഷ്ടികളല്ലേ. അവരോട് കുശലാന്വേഷണം നടത്താനല്ലേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചെലവാക്കുക. പക്ഷേ ഹവ്വ, ഏതിലെ നിങ്ങളുടെ സുന്ദരമായ വാസവും ദൈവത്തിന്റെ പ്രത്യേക ലാളനയാർന്ന പരിപാലനവും അത്രയ്ക്ക് മുൻപിലൂടെ വന്ന മാലാഖ വൃന്ദത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല. അവർ പറഞ്ഞത് ദൈവത്തിന്റെ പ്രധാന മാലാഖമാരായ അവരാണ് ഞങ്ങളെ കരുതുന്നതെന്നാണല്ലോ. ദൈവത്തിന്റെ പ്രധാന മാലാഖമാർ പോലും ഞങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ അവർ നിങ്ങളെയും ഈ ഏതനിൽ നിന്ന് പുറത്താക്കും. ഞങ്ങളെ ഈ ഏതിൽ നിന്ന് പുറത്താക്കുകയോ? എന്തിനവർ ഞങ്ങളെ പുറത്താക്കണം? നിങ്ങളുടെ സൗന്ദര്യവും ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ നിങ്ങളോടുള്ള സ്നേഹവും അവർക്ക് പിടിക്കുന്നുണ്ടാവില്ല. അതെ, നീയും ആദവും തമ്മിലുള്ള സ്നേഹ ജീവിതവും നിങ്ങളോട് പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നീ പറഞ്ഞ മാലാഖമാരെ അസൂയ ജനിപ്പിക്കുന്ന വിവരം ഞങ്ങൾ തിരിച്ചറിയുന്നു. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ലൂസിഫർ. ഞങ്ങളുടെ സ്നേഹത്തിൽ എന്തിനാണ് മാലാഖമാർ അസൂയപ്പെടുന്നത്? അവർ ഞങ്ങൾക്കായി പാട്ടുപാടി തരാറുണ്ട്, ഞങ്ങൾ അതിനനുസരിച്ച് നൃത്തമാടാറുണ്ട്. അവർ ഞങ്ങൾക്കായി നല്ല നല്ല ഭക്ഷണവും പഴങ്ങളും കൊണ്ടു തരാറുണ്ട്. കള്ളം, നീ പറയുന്നത് പച്ച കള്ളം. അവർ നിങ്ങൾക്ക് എല്ലാവിധ പഴങ്ങളും കൊണ്ടു തരാറുണ്ടോ? ഉണ്ടാവില്ല. ഇതാ നോക്കൂ, ലോകത്തെ ഏറ്റവും സുന്ദരമായതും രുചിയേറിയതുമായ ഈ അറിവിന്റെ ഫലം നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് അവർ നിനക്ക് തരാഞ്ഞത്? ലൂസിഫർ, നിന്നോട് എത്ര നാളായി പറയുന്നു ദൈവം കഴിക്കരുതെന്ന് വിലക്കിയ ഈ ഫലം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന്. എന്നിട്ടും നീ എന്തിനാണ് പ്രലോഭനവുമായി എപ്പോഴും മുന്നിലെത്തുന്നത്? ഹവ്വ, നീ എത്ര മനോഹരിയാണ്. നിനക്കറിയാമോ, ഈ പഴം കഴിച്ചാൽ ഏതനിലെ പന്നീർ പുഷ്പം പോലെ ആകർഷയാകും. നീ കണ്ട ഏത് മാലാഖമാരെക്കാളും സൗന്ദര്യമുള്ളവളാകും. ഞാൻ നിങ്ങളെന്നറിയും. നിങ്ങളുടെ അറിവ് സർവചരാചരങ്ങളെ നിങ്ങൾക്ക് അധീനരാകും. ഈ ലോകം മുഴുവൻ നിങ്ങളുടെ മുമ്പിൽ തലവണം. നിങ്ങൾ ദൈവത്തെക്കാൾ കഴിവുള്ളവളാകും. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടും. നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിയും. ലോകത്ത് നീ സർവസ്വതന്ത്രയാകും. ഇത് നീ അവന് കൊടുക്കുക, നിന്റെ തുണയ്ക്ക്. ഇനി മുതൽ നിങ്ങൾക്ക് എല്ലാവിധ ലോകസുഖങ്ങളും ആസ്വദിക്കാൻ കഴിയും. സമൃദ്ധിയുടെയും ആർഭാടത്തിന്റെയും ആഡംബരത്തിന്റെയും ജീവിതം ആശംസിക്കുന്നു. ശരിയാണ്. എന്തൊരനുഭൂതി! എനിക്കിപ്പോൾ എല്ലാം കാണാം. സ്വർഗവും ഭൂമിയും കാണാം, നന്മയും തിന്മയും കാണാം, കറുപ്പും വെളുപ്പും കാണാം. ലോകം ഇത്രയ്ക്ക് സുന്ദരമായിരുന്നു. നാഥാ, ഈ പഴമൊന്ന് രുചിച്ചു നോക്കൂ. ഇതെത്ര രുചിയേറിയതും സുഖമുള്ളതുമാണ്. ഞാൻ ഇവിടെ മറന്നിരിക്കുകയാണ്. എനിക്ക് നിന്റെ മുമ്പിലേക്ക് വരാൻ കഴിയുന്നില്ല. കഴിക്കരുതെന്ന് ഞാൻ പറഞ്ഞ അറിവിന്റെ ഫലം നീ കഴിച്ചതിന് എന്നെ ശിക്ഷിച്ചോളൂ. എന്നെ ആ പിശാച് വഞ്ചിച്ചു. അറിയാതെ ഞാൻ ആ തെറ്റ് ചെയ്തു പോയി. ആമിനെ തുണയായി സൃഷ്ടിച്ച ഞാനാണ് ആ ഫലം അദ്ദേഹത്തിന് കൊടുത്തത്. എന്നെ ശിക്ഷിച്ചോളൂ.
ഏറ്റവും വർദ്ധിപ്പിക്കും. നീ വേദനയോടെ മക്കളെ പ്രസവിക്കും. നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആകും. നീ ലോകത്തെ അല്ല, നിന്റെ ഭർത്താവ് നിന്നെ ഭരിക്കും. ഏതെങ്കിലും രക്ഷയുടെ കവചത്തിൽ നിന്ന് ആദമും ഹൗവയും മറ്റൊരു തുറന്ന ലോകത്തേക്ക് എറിയപ്പെടുന്നു. അവിടെ അവർ ഒരു പുതിയ ലോകം പടുത്തുയർത്തുന്നു, നന്മയുടെയും തിന്മയുടെയും ലോകം. അവർക്ക് ഹാവേൽ എന്ന നന്മയും കായലിൽ നിന്ന് തിന്മയും ജനിക്കും. തിന്മ നന്മയും കീഴ്പ്പെടുത്തുന്നു. ആ തിന്മയിൽ നിന്ന് പിറക്കുന്ന തലമുറ പിതാക്കന്മാരുടെ അതേ തിന്മകളുടെ പാദത്തിൽ തുടരുന്നത് എന്നർത്ഥം. എന്നാൽ യഥാസമയം ദൈവം തന്റെ മാലാഖമാരിലൂടെ അവർക്ക് ജീവിതത്തിലെ നല്ല തിന്മകളെ പല മുന്നറിയിപ്പുകളും കൊടുത്തുകൊണ്ടേയിരുന്നു. ചിലർ അത് സ്വീകരിക്കുന്നു, ചിലർ തിരസ്കരിച്ച് പാപത്തിന്റെയും ശാപത്തിന്റെയും പാത സ്വീകരിക്കുന്നു. പാപം വലിയ ലോകത്തെ ശാപക്കയത്തിൽ നശിപ്പിക്കുമ്പോൾ നീതിമാനും നിഷ്കളങ്കനുമായിരുന്ന നോഹിയെയും കുടുംബത്തെയും രക്ഷയുടെ കടകിൽ കയറ്റി അവൻ അവർക്ക് കാവലേന്നു. നോഹിയുടെ തലമുറ ഭൂമിയിൽ സന്താനദൃഷ്ടിയുള്ളവരായി പെരുകി വളരുന്നതനുസരിച്ച് യൂസുഫും അനുയായികളും അവരിൽ തിന്മ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. നോഹിയുടെ വംശത്തിൽ 10-ാം തലമുറയിൽ ദേവഹ് എന്ന ദേവശില്പിയിൽ നിന്നും ബഹുജനങ്ങളുടെ പിതാവായ അബ്രഹാം എന്ന പ്രവാചകൻ ജനിച്ചു. അബ്രഹാമിന് ദൈവം വെറും സമ്പത്സമൃദ്ധമായ കനാൻ ദേശത്ത് നിന്ന് വരുന്നു. എന്തിനാണ് നീ ഈ മരുപ്രദേശത്ത് ഇങ്ങനെ അറിയുന്നത്? ചുറ്റുപഴുത്തിരിക്കുന്ന ഈ മണൽക്കാട് വളരെ അപകടം നിറഞ്ഞതാണെന്ന് നിനക്കറിയില്ലേ? എന്തപകടം? അതിലും അപകടം നിറഞ്ഞ ഒരു നരകത്തിൽ നിന്നാണ് ഞാൻ വരുന്നത്. നീയല്ലേ പറഞ്ഞത് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് നിന്നാണ് നീ വരുന്നത് എന്ന്? ഇപ്പോൾ നീ തന്നെ പറയുന്നു നരകത്തിൽ നിന്നാണെന്ന്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഭാഗ. ദേശം പാലും തേനുമൊക്കെ ഒഴുകുന്നത് തന്നെ, പക്ഷേ വസിക്കുന്ന സ്വന്തം ഭവനത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ അവിടം നരകമല്ലേ? സ്വന്തം ഭവനത്തിൽ സ്വസ്ഥതയില്ലെങ്കിൽ അതിന്റെ മുഴുവൻ ഉത്തരവാദവും ഗൃഹനാഥകളായ സ്ത്രീകൾക്ക് തന്നെയല്ലേ? അതെ, ഗൃഹനാഥകളായ സ്ത്രീകൾക്ക് തന്നെ. പക്ഷേ ഞാൻ ഗൃഹനാഥയല്ലല്ലോ, ദാസസ്ത്രീ. യജമാനന്മാരുടെ ആജ്ഞകൾ മാത്രം അനുസരിക്കാൻ വിധിക്കപ്പെട്ട അടിമ സ്ത്രീ. അടിമസ്ത്രീയോ? ഈ ലോകത്തിൽ ആരും ആരുടെയും അടിമയല്ല. അത് നീ അവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാമോ? അവരെന്നെ എത്രമാത്രമാണ് ഉപദ്രവിച്ചതെന്ന് അറിയാമോ? അതും ഈ ഗർഭാവസ്ഥയിൽ. എന്നെ അകാരണമായി ഉപദ്രവിക്കുന്നവരിൽ നിന്ന്
സംരക്ഷിക്കാൻ കടപ്പെട്ടവർ തന്നെ. കൂലമ്പുകളും കുത്തുവാക്കുകളും കൊണ്ട് മുറിവേൽപ്പിച്ചാൽ എങ്ങനെയാണ് അവിടെ നിൽക്കാൻ പറ്റുക? അവിടെ നിന്ന് രക്ഷ നേടുന്നത് തന്നെയല്ലേ നല്ലത്? ഹാഗർ, ആരാണ് നിന്നെ ഉപദ്രവിച്ചത്? ആരാണ് നിന്നെ ശകാരിച്ചത്? ശകാരത്തേക്കാൾ ക്രൂരമാണ് മൗനം. വേദനിക്കുന്നവരുടെ വേദന കാണാതെ അന്ധത നടിക്കുന്ന മൗനം. എന്റെ ഭർത്താവ് അബ്രഹാം തന്നെ, ആ മഹാൻ. അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയും വന്ധ്യയുമായ എന്റെ യജമാനത്തി ആ സാറ. അവരുടെ കൊടും പീഡനം സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അത് കണ്ടില്ല എന്ന് നടിക്കുന്ന എന്നെ എത്ര ഉപദ്രവിച്ചാലും ഒരു വാക്കുറിയാടാതെ 86 വയസ്സുള്ള ആ മനുഷ്യനും ദൈവത്തിന്റെ സ്നേഹിതനും എങ്ങനെയാണ് വിശ്വസിച്ച് അവരോടൊപ്പം കിടന്നുറങ്ങുക, അവിടെ അവരോടൊപ്പം കഴിയുക? അബ്രഹാമിന്റെ സഹോദരിയും അവന്റെ ഭാര്യയുമായ ആ ക്രൂരയായ സാറയുടെ കൂടെയുള്ള ജീവിതത്തെക്കാൾ ഭേദം ഈ കാടാണ്, ചുട്ടുകൊള്ളുന്ന ഈ മണൽക്കാട്. കോപം ഒന്നിനും പോവടിയല്ല ഹാഗർ. ഈ കോപം തമ്മിലുള്ള സ്നേഹത്തെ അകറ്റാനല്ലാതെ നിനക്കൊരു ലാഭവും നേടിത്തരികയില്ല. താഴ്മയും വിനയവുമാണ് നിനക്ക് ഈ ഗർഭാവസ്ഥയിൽ വേണ്ടത്. നോക്കൂ, നിന്റെ കോപത്തിൽ ഇതുവരെ നീ ഞങ്ങളോട് ആരാണ് എന്ന് പോലും ചോദിച്ചില്ല. ക്ഷമിക്കണം, ഏതൊരു സ്ത്രീക്കും സഹിക്കാവുന്നതിനും അപ്പുറമുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. ശരിയാണ്, ഈ അവസ്ഥയിൽ ഞാൻ കോപം അടക്കേണ്ടതായിരുന്നു. അതിരിക്കട്ടെ, എനിക്കൊരൊറ്റ ആശ്വാസമായി ദുഃഖങ്ങൾ പങ്കുവയ്ക്കുവാൻ ഈ മരുഭൂമിയിലെത്തിയ നിങ്ങൾ ആരാണ്? നോക്കൂ ഹാഗർ, ഇപ്പോൾ നിന്നിലുണ്ടായ താഴായ്മയാണ് ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറയുവാൻ നിന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ നിന്റെയും അബ്രഹാമിന്റെയും സാറയും ദൈവമായ യഹോവയെ അയച്ച മാലാഖ ഗബ്രിയേലാകുന്നു. ഇത് മിഖായേൽ. എന്നോട് പൊറുക്കണം. എന്നിൽ കോപത്തിന്റെയും വെറുപ്പിന്റെയും അഗ്നി നിറഞ്ഞപ്പോൾ മറ്റൊന്നും ഞാൻ ചിന്തിച്ചില്ല. ഹാഗർ, ഈ സമയം നീ കാണിക്കുന്ന സ്വഭാവങ്ങളാണ് നിനക്ക് പിറക്കാനിരിക്കുന്ന കുട്ടിയും കാട്ടുക. അതുകൊണ്ട് നിനക്ക് പിറക്കാൻ പോകുന്ന മകൻ മെരുകാത്ത കാട്ടുകഴുതിയെ പോലെ മൂടിനായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും കൈ അവന് വിരോധമായി തിരിക്കും. അവൻ തന്നെ സകല സഹോദരന്മാർക്കും എതിരെ മാറ്റും. ദയവ് ചെയ്ത് അങ്ങനെ ശപിക്കരുത്. ഈ അറിവില്ലാത്തവളുടെ അറിവുകേടിനെ പുറത്ത് അവിടുന്ന് അനുഗ്രഹിക്കണേ. ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും. അത് എണ്ണിക്കൂടാതെ വേണം പെരുപ്പമുള്ളതായിരിക്കും. നീ ഒരു മകനെ പ്രസവിക്കും. യഹോവ നിന്റെ സങ്കടം കേൾക്കുകൊണ്ട് അവന് ഇസ്മയേൽ എന്ന് പേർ വിളിക്കണം. ഇപ്പോൾ നീ സമാധാനത്തോടെ നിന്റെ യജമാനത്തിയുടെ അടുക്കിലേക്ക് തിരികെ പോകുക. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. ദൈവിക കൽപ്പന അനുസരിച്ച് ഹാഗാർ തന്റെ ഭർതൃഗൃഹമായ അബ്രഹാമിന്റെ ഭവനത്തിൽ വീണ്ടുമെത്തുന്നു. കുറ്റം തിരിച്ചറിഞ്ഞ സാറ ഗർഭിണിയായ തന്റെ ദാസിയെ സ്നേഹത്തോടെ തിരികെ ഭവനത്തിലേക്ക് ആനയിക്കുകയും പരിപാലിക്കുകയും ചെയ്യും. അവിടെ അവൾക്കൊരു പൊന്നോമന മകൻ ജനിക്കുന്നു. ദൈവിക കൽപ്പന പ്രകാരം സഹനം എന്നർത്ഥമുള്ള ഇസ്മായിൽ എന്ന അബ്രഹാം അവന് പേര് വെച്ചു. സാറയും ഹാഗാറും പൊന്നുപോലെ അവനെ വളർത്തി വരുന്നതിനിടയിൽ ദൈവം സാറയെയും അനുഗ്രഹിച്ചു. അവൾക്കും പിറന്നു ഒരു പൊന്നോമന മകൻ. അവന് ഇസ്ഹാഖ് എന്ന പേര്. അത്യാഗ്രഹവും സ്വാർത്ഥതയും എപ്പോഴും സ്വന്തം ബന്ധങ്ങൾക്ക് മങ്ങലേൽപ്പിക്കുന്നു, മുറിവേൽപ്പിക്കുന്നു. രക്തബന്ധങ്ങൾ പോലും അറുത്തു മാറ്റപ്പെടും. എന്ത് കാര്യം സാറ? സങ്കടമല്ല തരിക. ആ ബോധമില്ലാത്ത കുരുത്തം കെട്ട ചെക്കൻ ഇസ്മയേൽ എന്നെയും എന്റെ മകനെയും കളിയാക്കുന്നത് നീ കണ്ടില്ലേ? സാറ, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. നിന്റെ മനോവിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ നീ ഒന്ന് ഓർത്തു നോക്കുക. 2 അമ്മമാരിൽ ജനിച്ചവരാണ് നീയും അബ്രഹാമും എങ്കിലും നിങ്ങളുടെ അപ്പൻ മഹാനായ തേരന് തന്നെയാണ്. അതുപോലെ തന്നെ
ഇസഹാക്കും ഇസ്മയിലും അബ്രഹാമിന്റെ സന്തതികൾ തന്നെയല്ലേ? പക്ഷേ അവൾ ആ ഹാഗാർ മിസ്രൈമിലെ അടിമയാണ്. എന്റെ കനിവ് അതൊന്നുകൊണ്ട് മാത്രമാണ് അവൾ ഇവിടെ കഴിയുന്നത്. നോക്കൂ സാറ, നിന്റെ ചെറുപ്പം മുതൽ കൂടെ കൂടിയവളാണ് ഞാൻ. ഊർദേശത്ത് നിന്ന് ഖാനാനിലും ഈജിപ്തിലും കാദേശിലുമൊക്കെ പരദേശികളായി പാർത്ത കാലം അത്രയും നിന്നോടൊപ്പം ഉള്ളവളല്ലേ ഞാൻ. അതെനിക്ക് അറിയാനിട്ടല്ലതില്ല. നീ തന്നെയാണ് ഖാനാനിൽ വെച്ച് ആരോഗ്യവതിയും സുന്ദരിയും ചെറുപ്പക്കാരിയായ ഹാഗാറിനെ നിന്റെ ഭർത്താവ് അബ്രഹാമിന് ഭാര്യയായി നൽകിയത്. ശരിയാണ്. അന്ന് ഞാൻ കരുതിയോ വൃദ്ധയായ എന്റെ ഗർഭം തുറക്കുമെന്നും അബ്രഹാമിൽ എനിക്കിങ്ങനെ ഒരു പൊന്നോമന മകൻ പിറക്കുമെന്നും? ഇതാ കണ്ടോ, ഇതാണ് നിനക്കിപ്പോ ഇസ്മയിലിനോട് വെറുപ്പ് തോന്നാൻ കാരണം. അവൾ പ്രസവിച്ചതിന് ശേഷം ഇക്കഴിഞ്ഞ 14 വർഷവും നിനക്കവൻ പൊന്നുകുട്ടനായിരുന്നല്ലോ. ഹാഗാറിനേക്കാൾ കൂടുതൽ നിനക്ക് അവനോടായിരുന്നല്ലോ സ്നേഹം, അവന് നിന്നോട്. എന്നാൽ ഇക്കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്ത് ശ്രദ്ധിക്കുന്നു? അവൻ ആ കുരുന്ന് ചെക്കൻ എന്നെ കളിയാക്കുന്നത് നീ കണ്ടില്ലെന്നുണ്ടോ? അവളുടെ ആ ഹാഗാറിന്റെ പരിഹാസച്ചിരി നീ കാണാത്തതുപോലെ നടിക്കുകയാണോ? ഇതൊക്കെ നിനക്ക് തോന്നുന്നതാണ് സാറ. അവൾ ഗർഭിണിയായപ്പോഴും ഇത് തന്നെയായിരുന്നു നിന്റെ പ്രശ്നം. ഇതിനെ അസൂയയും അത്യാഗ്രഹമെന്നും ഒക്കെ നമ്മുടെ നാട്ടിൽ പറയാം. നീ എന്താ തരിക പറയുന്നത്? ഞാൻ അസൂയ നിറഞ്ഞ അത്യാഗ്രഹം നിറഞ്ഞ ഒരു പിശാചിനിയാണെന്ന് എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കാര്യം ഓർക്കുക, നിന്നെ പോലെ തന്നെ ദൈവം അനുഗ്രഹിച്ചവളാണ് ആ ഹാഗാർ. അവളോട് ഇനിയും നീ ക്രൂരത പ്രവർത്തിച്ച് ദൈവത്തിന് വിരോധമായ സ്വന്തം നിവാസികൾക്കും ഗോമറയ്ക്കും സംഭവിച്ചത് നിനക്കറിയാമല്ലോ. നിന്റെ ബന്ധു ലോത്തിന്റെ ഭാര്യയ്ക്കുണ്ടായ അനുഭവം ഓർമ്മയുള്ളതാണല്ലോ. എന്തിനാണ് നീയായിട്ടൊരു ശാപം ഇരുന്നു വാങ്ങുന്നത്? എനിക്കറിയില്ല ദലിയ. എന്താണ് ദലിയ ഞാൻ ചെയ്യേണ്ടത്? എന്റെ ഹൃദയം കലങ്ങിയിരിക്കുകയാണ്. എനിക്ക് പഴയതുപോലെ അവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഈ ഭവനത്തിൽ അബ്രഹാമിനൊപ്പം ആ ഹാഗാറിന്റെ സാമീപ്യം എന്നെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. സാറ, അനാവശ്യമായി ഈ ഭയം നന്നല്ല. ഭയം കോപത്തെ സൃഷ്ടിക്കും, കോപം പാപത്തെ സൃഷ്ടിക്കും, പാപം ശാപത്തിന് പാത്രമാകും. നീ സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അബിമലേഖിൽ നിന്ന് നിന്നെ രക്ഷിച്ച ദൈവം ഇവിടെ നിനക്ക് വഴികാട്ടിത്തരും. അതിലെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് ദലിയ. ദൈവത്തിന്റെ ഇഷ്ടദാസൻ അബ്രഹാമിന്റെ ഭാര്യയായി എനിക്ക് ദൈവം ഒരു കാലത്തും വഴിമുടക്കില്ലെന്ന് എനിക്കറിയാം. ഇതുവരെ ഞങ്ങളെ കാത്ത ദൈവം ഇനിയും എന്നോടൊപ്പം ഉണ്ടാകും. അതാ നിന്റെ എല്ലാമെല്ലാമായ അബ്രഹാം ആടുകളെയുമായി തിരികെ വരുന്നുണ്ട്. നമുക്ക് അവിടേക്ക് ചെല്ലാം. നല്ല അവസരമാണെങ്കിൽ നിന്റെ മനസ്സ് അവിടെ തുറക്കുകയും ചെയ്യാമല്ലോ. നീ പറഞ്ഞത് ശരിയാ. നമുക്ക് അവിടേക്ക് ചെല്ലാം. സഹനവും ത്യാഗവും വിട്ടുവീഴ്ചകളുമാണ് പലപ്പോഴും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നത്. ഇവിടെ അബ്രഹാമിന്റെ കുടുംബത്തിൽ അത് സംഭവിച്ചു. ഭാര്യ സാറായുടെ തുടർച്ചയായ പരാതികളിൽ സ്വരച്ചേർച്ചയില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് ഇഷ്ടമില്ലാതെ നിന്നിട്ടുകൂടി ദൈവീക കൽപ്പനയനുസരിച്ച് ഹാഗാറിനെയും മകൻ ഇസ്മായിലിനെയും സ്വഭവനത്തിൽ നിന്നും അബ്രഹാമിന് അകറ്റി നിർത്തേണ്ടി വരുന്നു. തന്റെ വിശ്വാസത്തെ പരീക്ഷിക്കുവാൻ വാർദ്ധക്യത്തിൽ തനിക്കും സാറായ്ക്കും ലഭിച്ച പുത്രൻ ഇസഹാക്കിനെ യാഗമായി കൊടുക്കുവാൻ കൽപ്പിക്കുന്ന ദൈവം അതിന് തയ്യാറാവുന്ന അബ്രഹാമിനെ പിന്തിരിച്ച് അനുഗ്രഹിക്കുന്നു. അവന്റെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽക്കരയിലെ മണൽ പോലെയും അത്യന്തം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഇസ്മായിലിന്റെയും ഇസഹാക്കിന്റെയും സന്തതികൾ എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായി തീർന്നു. വിശ്വാസികളുടെ പിതാവായ അബ്രഹാം അങ്ങനെ ബഹുജാതികൾക്കും പിതാവായി. ജീവിതമാർഗത്തിനും സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും ദൈവിക കൽപ്പനകൾ അനുസരിച്ച് അബ്രഹാം തുടങ്ങിവെച്ച പാലായനം ഇസഹാക്കിന്റെ മകൻ യാക്കോബ് തുടരുന്നതിനിടയിൽ ദൈവത്തോട് മല്ലടിക്കുന്നു. അങ്ങനെ യാക്കോബിന്റെ നാമം ഇസ്രായേൽ എന്ന് തിരുത്തപ്പെടുന്നു. ഇസ്രായേൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട നാട്. യാക്കോബിന്റെ മകനായ യഹൂദ തന്റെ ഗോത്രം കെട്ടിപ്പടുത്തു. എത്ര സമ്പൽ സമൃദ്ധമായ നാടായാലും ദേശത്ത് ക്ഷാമം നേരിട്ടാൽ വീണ്ടും ഒരു പാലായനം തന്നെ മാർഗം.
ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് ഒരിക്കൽ യഹൂദിയിലെ ബേത്ലഹേമിൽ ക്ഷാമം നേരിട്ടു. അവിടെ നിന്ന് ജീവിതമാർഗം തേടി എലിമിലേക്ക് എന്ന യഹൂദൻ തന്റെ ഭാര്യ നവോമിയും 2 മക്കളുമൊത്ത് മോവാബ്യ എന്ന സമ്പൽ സമൃദ്ധമായ ദേശത്തെത്തി. കുറച്ചു നാളുകൾക്ക് ശേഷം അമ്മേ, നമ്മുടെ എല്ലാവിധ അത്യാവശ്യ സാധനങ്ങളും ഒരുവിധം എടുത്തു വെച്ചു കഴിഞ്ഞു. ഒരു നീണ്ട യാത്രയോ ദൂരമോ ഒന്നും അല്ലല്ലോ. ഒരു ദിവസം നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ രൂത്ത് ഓർമ്മയും ഇവിടെ നിങ്ങളുടെ ദേശത്ത് തന്നെ വസിക്കുന്നതാവും നന്ന്. അല്ലാതെ ഈ നവോമിക്കൊപ്പം വന്നിട്ട് എന്തിന് നിങ്ങളുടെ ഭാവി നശിപ്പിക്കുന്നു? ഇല്ലമ്മേ, അമ്മ എവിടേക്കാണോ അവിടേക്ക് ഞങ്ങളുമുണ്ട്. പാപി ചെല്ലുന്നത് പാവമെന്ന് പറഞ്ഞതുപോലെയാണ് എന്റെ കാര്യം. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം ഗൃഹപ്പണികൾ വിട്ടൊഴിയാതെ എന്നെ പിന്തുടരുകയാണ്. അവിടേക്ക് നിങ്ങൾ വരേണ്ടതില്ല. നാമായിട്ട് വ്യക്തിവെക്കുന്ന ഒന്നുമല്ലല്ലോ അമ്മേ നമ്മുടെ ഈ ഗ്രഹപ്പിഴകളൊന്നും. ഈ മോവാബ് ദേശത്ത് എത്രയോ യുവാക്കൾ മരിച്ചു. ഞങ്ങളെ പോലെ എത്രയോ യുവതികൾ നാദില്ലാത്ത വിധവമാരായി. കുഞ്ഞുങ്ങളെ, ഇത് ഞാൻ എന്റെ യുവത്വം മുതൽ അനുഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്റെ സ്വന്തം ദേശമായ ഇസ്രായേലിലെ ബേത്ലഹേം പ്രദേശത്തെ മുഴുവനായി ക്ഷാമം ഞെരുക്കിയപ്പോഴാണ് എന്റെ 2 കുരുന്നു കുഞ്ഞുങ്ങളെയും കൂട്ടി ഞങ്ങൾ ഈ ഫലഭൂഷ്ടമായ മോവാബ് ദേശത്ത് പരദേശികളായി എത്തപ്പെട്ടത്. ആദ്യം എന്റെ ഭർത്താവ് മരിച്ചു. വിധിയെ തളയ്ക്കുവാൻ ആർക്കാണ് കഴിയുക? പരദേശികളായി വന്നവരാണെങ്കിലും ഞങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ ദേശക്കാരെ പോലെ തന്നെയല്ലേ കണ്ടത്? എല്ലാമെല്ലാമായ ഞങ്ങളുടെ കെമോസ് ദേവനെ പോലെ ഉപേക്ഷിച്ചാണ് നിങ്ങളുടെ യഹോവയാം ദൈവത്തെ നിങ്ങൾ ആരാധിക്കാൻ കൂടിയത്. ശരിയാണ് കുഞ്ഞുങ്ങളെ, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. അന്യവിശ്വാസികളായ നിങ്ങളെ ഈ മോവാബ് ദേശത്ത് വന്ന് മഹ്ലോനും കില്യോനും തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് നിങ്ങളെ ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ അമ്മയോടുള്ള എന്റെ സഹോദരി ഓർപ്പയുടെ സ്നേഹവും കരുതലും മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അപ്പുറമായിരുന്നു. ശരിയാണ്, ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിച്ചിരുന്നവരാണ്. എന്നാൽ മറ്റുള്ള മനുഷ്യരോടുള്ള സ്നേഹവും ബഹുമാനവും ഞങ്ങൾക്ക് ആചാരത്തെക്കാളും വിശ്വാസത്തെക്കാളും അധികമായിരുന്നു. നിങ്ങളുടെ ഈ ചെറുപ്പകാലത്ത് വൃത്തിയായ എന്നെ നോക്കി എന്നോടൊപ്പം കൂടിയാൽ നിങ്ങളുടെ ജീവിതം തന്നെ ഇല്ലാതാവും. ഞാൻ മകളുടെ പത്നിയായപ്പോൾ തന്നെ നവോമി എന്റെ അമ്മയുമായി. ഒരു വിഷമഘട്ടത്തിൽ അമ്മയ്ക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ എങ്ങനെയാണ് എന്നെ പൊന്നുപോലെ കാത്തു സ്നേഹിച്ച എന്റെ പ്രിയതമനോട് എനിക്ക് നീതി പുലർത്താൻ കഴിയുക? ഞാൻ നാളെ ഈ ലോകത്തോട് വിട പറയേണ്ടവൾ. നിങ്ങൾ ചോരയും നീരുമുള്ള ചെറുപ്പം വിട്ടുപോകാത്ത സ്ത്രീകൾ, ഇനിയും കുട്ടികൾ ജനിച്ചിട്ടില്ലാത്ത വിധവകൾ, തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ബന്ധം ലഭിക്കും. അവരുമൊപ്പം ഈ മോവാബ് ദേശത്ത് സുഖമായി കഴിയാം. ഇല്ല അമ്മേ, അമ്മയെ വിട്ടിട്ട് ഞങ്ങൾക്കൊരു പുതിയ ജീവിതം വേണ്ട. ഇനിയുള്ള ജീവിതം ഇനി അമ്മയോടൊപ്പം. അത് മൊബാബിലായാലും ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ഇസ്രയേലിലായാലും. അമ്മ അനാഥരായ ഞങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാതിരുന്നാൽ മതി. ഇവിടെ ഞങ്ങൾക്ക് മറ്റൊരാശ്രയവുമില്ല. ഞാൻ എന്ത് പറയാൻ? നിങ്ങളുടെ ഈ നിർബന്ധം എന്നെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഇത്രയും സ്നേഹവതികളായ സ്ത്രീകളെ മരുമക്കളായി കിട്ടുന്നത് തന്നെ ദൈവാനുഗ്രഹം. പക്ഷേ നിങ്ങളുടെ ചെറുപ്പവും സന്തോഷവും ഞാനായിട്ട് നശിപ്പിക്കുന്നതിന്റെ ശാപവും എനിക്ക് പേറേണ്ടി വരുമല്ലോ എന്ന ഭയം എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നു. ഞങ്ങളുടെ സുഖത്തേക്കാൾ വാർദ്ധക്യത്തിലുള്ള അമ്മയുടെ കരുതലാണ് ഇപ്പോൾ പ്രാധാന്യം. അമ്മയ്ക്കൊരു ബുദ്ധിമുട്ടും ഞങ്ങളായിട്ടുണ്ടാക്കില്ല. അക്കൂടെ വരുന്നതിൽ ഞങ്ങളുടെ എതിർപ്പ് കാട്ടാതിരുന്നാൽ മതി. ഇത്രയും നിർബന്ധം പിടിക്കുന്ന നിങ്ങളോടിപ്പം ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാണ്? അമ്മ പറഞ്ഞു മനസ്സിലാക്കാൻ ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും അമ്മയോടൊപ്പം മരണം വരെ കൂടെ ഉണ്ടാവും, കാവലായും കരുതലായും. നിങ്ങളുടെ തുടർച്ചയായ പിടിവാശിയും നിർബന്ധവും കാരണം എതിർക്കാൻ എനിക്ക് കഴിയുന്നില്ല. ശരി, എന്റെ കൂടെ വരാൻ ഞാൻ സമ്മതിക്കാം. പക്ഷേ അതിനു മുമ്പായി എന്റെ ഒരു നിബന്ധന നിങ്ങൾ സമ്മതിക്കണം. തയ്യാറാണോ? സമ്മതം. ഏത് നിബന്ധനയും അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. രൂത്ത് സമ്മതിച്ചു. നീയോ ഓർപ്പ? ജ്യേഷ്ഠതയുടെ സമ്മതം എന്റെയും സമ്മതം. എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ.
നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതം ഞാൻ ഒരാൾക്കായി പാഴാക്കണ്ട. നിങ്ങളിൽ ഒരാൾ, അത് ജ്യേഷ്ഠത്തിയായ ഈ റൂത്ത് മാത്രം എന്നോടൊപ്പം കൊടുക്കുക. അനുജത്തിയും പ്രായം കുറഞ്ഞവളുമായ നീ ഓർപ്പ നമ്മുടെ മോവാബിയിലെ സ്വത്തുവകകളൊക്കെ നോക്കി ഇവിടെ കഴിയുക. അമ്മേ, രൂത്ത്, എന്താണ് ഈ അമ്മ പറയുന്നത്? നിനക്ക് ഇനിയും ഒരു നല്ല തുണിയെ കിട്ടുവാനുള്ള ഓജസ് സൗന്ദര്യവും ഒക്കെ നിന്നിലുള്ളിടത്തോളം നീ എതിർപ്പ് പറയേണ്ടതില്ല. അമ്മ പറയുന്നതിൽ കാര്യമുണ്ടോളമേ. ഞാൻ അമ്മയ്ക്കൊപ്പം പോയിക്കൊള്ളാം. നാം ഒരുമിച്ച് ഇവിടം വിട്ടു പോയാൽ നമ്മുടെ പാരമ്പര്യവും പിതാവിനോടൊപ്പം മകളോടും കിളിയോടും ഒക്കെ ചേർന്നുണ്ടാക്കിയ സ്വത്തുക്കളും ഭൂമിയും ഒക്കെ വെറുതെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകേണ്ടി വരില്ലേ? നിനക്കതിന് ബുദ്ധിമുട്ടാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ ഉപേക്ഷിച്ചു പോകാൻ ഞങ്ങൾക്ക് മനസ്സുണ്ടായിട്ടല്ല. പക്ഷേ ഒരു യഹൂദന്റെ സ്വപ്നമാണ് ഇസ്രായേലിനെ സ്വന്തം ദേശത്ത് അവസാനം നാളിൽ ചെന്നെത്തുക എന്നത്. അകാലത്തിൽ ഇവിടെ അസ്തമിച്ച എന്റെ നാഥനീതി മേലേക്ക് മക്കൾക്കും അതിന് കഴിയാതെ പോയി. എനിക്കെങ്കിലും അവിടെ എത്തി അവർക്ക് വേണ്ടി വലിയവനായ യഹോവയോട് അപേക്ഷിച്ച് വേണ്ട പ്രാർത്ഥനകൾ കഴിക്കണം. നിങ്ങൾ എന്നെ ഒറ്റയ്ക്ക് ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണോ? ഓർമ്മ, നീ എനിക്ക് ഉറപ്പ് തന്നതാണ്. നീ വിഷമിക്കേണ്ട. ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇവിടെ എത്തിക്കൊള്ളാം. അങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങൾ പോകുന്നത്. ഇവിടെ നിന്ന് ബേത്ലഹേമിലേക്ക് ഒരു ദിവസം യാത്ര പോലും ഇല്ലല്ലോ. നമുക്ക് പ്രാർത്ഥിച്ച് യാത്രയാകാം. ആർഭാടങ്ങൾക്കും സ്വന്തം സന്തോഷങ്ങൾക്കും വേണ്ടി തന്നിലേക്ക് തന്നെ ചുരുങ്ങാൻ ഇഷ്ടപ്പെടുന്ന കൂട്ടുകുടുംബ പാരമ്പര്യങ്ങളിൽ നിന്ന് അണുകുടുംബ ജീവിത സമ്പ്രദായങ്ങളിലേക്ക് ചൂടുമാറ്റുമ്പോൾ നാട്ടിൽ നിന്നും വൃദ്ധസദനങ്ങൾ ദിനപ്രതി പെരുകിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ നാം ഒന്നും ഓർക്കേണ്ടതായ, നമ്മുടെ തലമുറയെ പഠിപ്പിക്കേണ്ടതായ ചില നന്മകളുടെ മാതൃകകളുടെ ഒരേടാണ് ഇവിടെ നാം കണ്ടത്. ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നും ലോകത്തെ പാപത്തിന് പരിഹാരമായി ഒരു രക്ഷകൻ പിറക്കണമെന്ന പ്രവചനം നിവൃത്തിയാകുവാൻ പുറജാതിക്കാരിയായ മോവാബിയിലെ രൂത്ത് പാത്രമാകുന്നു. ഇസ്രായേലിലെത്തുന്ന രൂത്തിനെ ദാവീദിന്റെ ഗോത്രത്തിലുള്ള സാൽമോന്റെ മകൻ ബോവാസ് വിവാഹം കഴിക്കുന്നു. അതേ വംശാവലിയിൽ ഹേലിയുടെ മകനായി ജോസഫ് എന്നൊരു തച്ചൻ ജനിക്കുന്നു. അവൻ മറിയ എന്നൊരു ഗലീലിയ യുവതി ഭാര്യയായി തിരഞ്ഞെടുക്കപ്പെടുന്നു. എലിസബത്തോ? ഇവന്റെ തുള്ളിച്ചാട്ടമൊക്കെ എങ്ങനെയുണ്ട്? കൊച്ചു ചട്ടമ്പി. ഓ, ഇവന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. ഇവൻ ചട്ടമ്പിക്കുട്ടനാണോ? ആണോടാ? അല്ല, ഇവൻ എന്റെ ചുമക്കുട്ടിയ പൊന്നു കുട്ടനല്ലേ? ഈ വയസ്സാം കാലത്ത് ദൈവം എനിക്ക് കഞ്ഞി നൽകി കഴിഞ്ഞില്ലേ ഇവൻ? അല്ലേടാ മോനെ യോഹന്നാനെ. മറിയം, നിന്റെ പ്രസവകാലം അടുത്ത് വരാതായില്ലേ? എങ്ങനെയുണ്ട് നിന്റെ ആരോഗ്യം? യഹോവയുടെ അനുഗ്രഹം കൊണ്ട് സുഖമായിരിക്കുന്നു. ഈ സമയം ഇത്രയും ദൂരം യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? എന്ത് ചെയ്യാൻ എലിസബത്ത്? കൈസന്റെ ആജ്ഞ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ജനസംഖ്യ കണക്കെടുക്കുമ്പോൾ നമ്മുടെ പേര് പട്ടികയിൽ ഇല്ലാതായാൽ ഞാനോ ജോസഫോ എന്ന രണ്ട് വ്യക്തികൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് നാളത്തെ ഓഗസ്ത്യോസ് കൈസറുടെ പിൻഗാമികൾ പറഞ്ഞെന്ന് വരും. അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്? ശരിയാണ്. നാം സാധാരണ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നും അവർക്കറിയില്ലല്ലോ. നീ ഈ ജോസഫിനോട് പറഞ്ഞു, ഈ നസ്രയത്തിലെങ്ങാനും നിങ്ങളുടെ പേർവഴി ചാർക്കൂട്ടെ. ദാവീദിന്റെ കുലത്തിൽപ്പെട്ടവർ യഹൂദയിൽ തന്നെ പേർവഴി ചാർത്തണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ട്. ഗലീലയിൽ നിന്ന് ഈ വയറും വെച്ച് 100 വിനാഴിക അകലെയുള്ള ബേത്ലഹേം വരെയുള്ള ഈ നടത്തം ഈ 9-ാം മാസത്തിൽ എത്ര ദുഷ്കരമാണ്. ദേവിക്ക് കൈത്താനുണ്ടെങ്കിൽ ഏത് ദുഷ്കരമായ പ്രതിസന്ധി
നമുക്ക് നിസ്സാരമായി പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട്. അതെ അതെ, പ്രാർത്ഥനയിലും ഉപവാസത്തിലും ജീവിക്കുന്നവർക്ക് ഒരു കാലത്തും പ്രതിസന്ധികൾ ഉണ്ടാവില്ല. എങ്കിലും അധികാരത്തിന് മുമ്പിൽ അഹങ്കരിക്കുന്ന ദുഷ്ടമനുഷ്യർ ദേശം മുഴുവൻ പെരുകിയിരിക്കുന്നു. തമ്മിൽ കലഹങ്ങളും കൊലപാതകങ്ങളും വീടുകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു. ഈ നേരത്തുള്ള യാത്ര ഓർക്കുമ്പോൾ ഭയം തോന്നുന്നു. ഒരിക്കലും നീ ഭയക്കേണ്ട പറയും. ആരോഗ്യപ്പെടുത്താത്തതായി ജോസഫിനൊപ്പമാകുന്നു. നീ ആരെ ഭയക്കണം? ഭയം യാത്രയെ മാത്രമല്ല എലിസബത്ത്, 100 മൈൽ അപ്പുറമുള്ള യഹൂദ നഗരമായ ബെത്ലഹേം എനിക്ക് പുതിയതും പരിചിതവുമല്ല. എനിക്കുള്ളതെല്ലാം വിട്ട് ഈ സമയം നിന്നെപ്പോലൊരു ബന്ധുവോ തുണയോ ഇല്ലാത്ത നാട്ടിൽ ഒറ്റയ്ക്ക്, അതും വിവാഹ നിശ്ചയം മാത്രം കഴിഞ്ഞ ജോസഫിനൊപ്പം പോകുക എന്ന് പറയുമ്പോൾ എന്തെന്നറിയില്ല. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായ കന്യകയുടെ പാലനവും ദൈവത്തിൽ തന്നെ നിക്ഷിപ്തവുമാണല്ലോ. അതുകൊണ്ടാണല്ലോ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ ജോസഫിന് ഗബ്രിയേൽ മാലാഖയുടെ ദൂത് സ്വപ്നത്തിൽ അരളിയതും അവിടുന്ന് എനിക്ക് തുണയായതും. അപേക്ഷിച്ചാൽ ഉത്തരം അരുന്നവൻ, യാചനയ്ക്ക് പ്രതിഫലം നേരുന്നവൻ, ഞങ്ങളുടെ തലമുറയിലാ ഒടുങ്ങേണ്ടി വരരുതെന്ന് സക്കറിയാവും ഞാനും ഞങ്ങളുടെ ദേശക്കാരൊക്കെയും ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന് ഉത്തരമാണ് ഈ യോഹന്നാൻ. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, അന്ന് ഞാൻ എലിസബത്തിനെ കാണാൻ വന്നപ്പോൾ ഈ കൊച്ചു വഴക്കാളി കയ്യിൽ കിടന്ന് പിടിച്ചതും തുള്ളിയതുമൊക്കെ. അതേ അതെ, കർത്താവിനെ കടാക്ഷിച്ച നാളിൽ നീ എന്നോടൊപ്പം 3 മാസം വന്ന് നിന്നില്ലായിരുന്നെങ്കിൽ 5 മാസം ഒളിച്ചു പാർത്തതുപോലെ മുഴുവൻ കാലവും ഞാൻ മുറികളിൽ തന്നെ ഏകാന്തമായിരുന്നേനെ. യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായ യേശു എന്ന രക്ഷകൻ കന്യകയായി എന്നിലൂടെ ജനിക്കുമെന്ന ഗബ്രിയേൽ ദൂതന്റെ സന്ദേശം വിലയിരുത്താനാണ് അന്ന് അവിടെ എത്തിയത്. അങ്ങനെയില്ല, ദാവീദിന്റെ ഗോത്രത്തിൽ കന്യകയിൽ നിന്ന് ഒരു രക്ഷകൻ ജനിക്കുമെന്ന യിരെമ്യാ പ്രവാചകന്റെ പ്രവചനം നിന്നിലൂടെ നിവൃത്തിയാക്കുവാൻ പോകുന്നു. അതെ, ഇവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്നും കർത്താവായ ദൈവത്തിന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം കൊടുക്കുമെന്നും ദൂതൻ അരുളിയിരുന്നു. ഇവന് മുന്നോടിയായി ഒരു വഴികാട്ടിയായി എന്റെ മകൻ ഇപ്പോഴും ഉണ്ടാകും. ജോസഫോട് തയ്യാറായി നിൽക്കുകയല്ലേ? ഇപ്പോൾ നീ സന്തോഷത്തോടെ യാത്രയാവുക. കാരുണ്യവാനായ ദൈവമേ, ഈ ഏഴയെ അടിയോട് കരുണ തോന്നണമേ. നിന്റെ ചിറയിൽ കീഴിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. അവിടുത്തെ തൂവലുകൾ കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ. നീ ഞങ്ങളുടെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല എന്നരുളിയ കർത്താവേ, അവിടുന്ന് അടിയന്റെ യാത്രകളിൽ ഞങ്ങളെ കാത്തു രക്ഷിക്കണമേ. യെശയ്യാ പ്രവാചകൻ മുൻകൂട്ടി അറിയിച്ചിരുന്ന രക്ഷകൻ ദാവീദിന്റെ പുത്രനായ കൊട്ടാരത്തിൽ ജനിക്കുന്ന രാജാവായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ന്യായമായി പ്രതീക്ഷിച്ചു. എന്നാൽ തികച്ചും അജ്ഞാതമായ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ ഒന്നും ഒരിക്കൽ പോലും വ്യക്ത പറഞ്ഞിട്ടില്ലാത്ത നസ്രത്ത് എന്ന ചെറുപട്ടണത്തിലെ ഒരു മലയാശാലിയുടെ മകനായിരിക്കും രക്ഷകനെന്ന് അവർക്ക് സ്വപ്നത്തിൽ പോലും വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും ബോവാസിന്റെയും വംശാവലിയിൽ ഹേലിയുടെ മകനായ നസ്രത്തിലെ അച്ഛനായ ജോസഫിന് വിവാഹം നിശ്ചയം ചെയ്തിരുന്ന മറിയം എന്ന ഗ്രാമീണ കന്യക പേർ വഴി ചാർത്തുവാനായി ഗലീലയിലെ നസ്രത്തിൽ നിന്നും ദാവീദിന്റെ ജന്മസ്ഥലമായ ബേത്ലഹേം എന്ന പട്ടണത്തിൽ എത്തിയ സമയത്ത് അവൾക്ക് പ്രസവകാലം എടുക്കുകയും സത്രങ്ങളിൽ പോലും അവർക്ക് ഇടം ലഭിക്കാത്തതിനാൽ അവർ ഒരു പശുത്തൊഴുത്തിനെ ആശ്രയിക്കേണ്ടിയും വരും. കുറുനരികൾക്ക് മാളങ്ങൾ, ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ ഇടമില്ല എന്ന വാക്യം അനർത്ഥമാക്കുമാറ് പശുത്തൊട്ടിലിനെ ഈറ്റുതൊട്ടിലാക്കി ലോകത്തിന്റെ പാപങ്ങൾക്ക് പരിഹാരമായി യേശു എന്ന രക്ഷകൻ ജനിച്ചിരിക്കുന്നു.